बच्चों नमस्कार। आज मैं इस कक्षा नवीं कक्षा के छात्रों के लिए चलाना चाहती हूँ। नवीं कक्षा के छात्रों को हमारी अपनी पहली कक्षा की ओर मेरा हार्दिक स्वागत। आप पाठ्यपुस्तक आपको मिला है? नहीं तो आप देखिए, आपके पहली इकाई की शुरुआत इस प्रकार से होती है। एक 3 पंक्तियों की कविता से शुरू होती है। 9ാം ക്ലാസ്സിലെ മക്കളോടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് ഈ 3 വരി കവിതയിലൂടെയാണ്. क्या है पंक्तियाँ? मैया की आई वृद्धाश्रम से चिट्ठी कैसे हो बेटा. 3 വരിയേ ഉള്ളൂ. मैया की आई वृद्धाश्रम से चिट्ठी कैसे हो बेटा. देखो, इस प्रकार की 3 पंक्तियों की कविताओं को ഹൈക്കു കവിത कहते हैं. ഇപ്രകാരം 3 വരികളുള്ള കവിതകൾക്ക് പറയുന്ന പേരാണ് ഹൈക്കു കവിത. एक जापानी शैली की कविता. ഇതൊരു ജാപ്പാനി ശൈലി കവിതയാണ്. और इसमें पहली पंक्ति में 5 अक्षर, दूसरी पंक्ति में 7 अक्षर और तीसरी पंक्ति में 5 अक्षर, कुल 17 अक्षर होते हैं इस कविता में. മനസ്സിലായോ പറഞ്ഞത്? ആദ്യത്തെ വരിയിൽ 5 അക്ഷരം, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരം, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരം, അങ്ങനെ ടോട്ടൽ 17 അക്ഷരങ്ങൾ നിറഞ്ഞ 3 വരിയുള്ള കവിതകളെയാണ് ഹൈക്കു കവിത എന്ന് പറയുന്നത്. ഒരു ജാപ്പാനി ശൈലി കവിതയാണ് ഇത്. इस प्रकार की कविता को और एक बात भी कहती है. ഈ പ്രകാരമുള്ള കവിതകൾക്ക് മറ്റൊരു പേരും കൂടി പറയാറുണ്ട്, മറ്റൊരു തരത്തിലും കൂടി പറയാറുണ്ട്. ഗാഗർ മേ സാഗർ ഭർനെ വാലി കവിത ഹെ എന്ന് പറഞ്ഞാൽ കുടത്തിനുള്ളിൽ ഒരു കടലിനെ ഒളിപ്പിച്ചു വെക്കുക. എന്നാൽ ഈ 3 വരികൾക്കുള്ളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതയാണ് ഹൈക്കു കവിത എന്ന് പറയുന്നത്. നോക്കൂ, നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. മയ്യ കി ആയി. മയ്യ മാനെ മാ. മയ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? മാ, അമ്മ. മയ്യ കി ആയി, അമ്മയുടെ വന്നു. എന്താ വന്നത്? വൃദ്ധാശ്രം സേ ചിട്ടി. ചിട്ടിയായി, മയ്യാക്കി ചിട്ടിയായി, അമ്മയുടെ ലെറ്ററാണ് വന്നത്. കഹാസെ, എവിടെ നിന്നാണ് വന്നത്? വൃദ്ധാശ്രം സേ. उस चिट्ठी में क्या लिखा है? कैसे हो बेटा. कैसे हो बेटा. देखिए, मैया की आई वृद्धाश्रम से चिट्ठी कैसे हो बेटा. അമ്മയുടെ ലെറ്റർ, ചിട്ടി മാനെ ലെറ്റർ, വൃദ്ധാശ്രമത്തിൽ നിന്നും വന്ന ലെറ്ററിലും എഴുതിയിരിക്കുന്ന എന്താണ്? कैसे हो बेटा. എങ്ങനെയുണ്ട് മോനെ, നിനക്ക് സുഖമാണോ? देखिए, यहाँ एक सामाजिक समस्या की ओर इस पंक्तियाँ हमें ले जाते हैं. ഈ വരികൾ നമ്മളെ എങ്ങോട്ടേ കൊണ്ടുവന്നത്? ഒരു സാമൂഹിക പ്രശ്നത്തിലേക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ആ സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത്? ഒന്നുകൂടി നമുക്ക് ആ കവിതയുടെ ലൈനിലേക്ക് നോക്കാം. मैया की आई वृद्धाश्रम से चिट्ठी. माँ कहाँ रहती है? वृद्धाश्रम में रहती है. ठीक है, അമ്മ എവിടെ താമസിക്കുന്നത്? വൃദ്ധാശ്രമത്തിൽ. अपनी माँ क्या कहाँ रहती है? നിങ്ങളുടെ അമ്മ എവിടെയാണ് താമസിക്കുന്നത്? आपके साथ या अपने परिवार में, अपने परिवार के साथ അല്ലേ, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം, നിങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ അമ്മ താമസിക്കുന്നത്. असल में हर एक माँ बाप कहाँ रहने वाला है? എല്ലാ അമ്മയും അച്ഛനും എവിടെ താമസിക്കേണ്ടവരാണ്? अपने बेटे बेटियों के साथ अपने परिवार में रहने वाले हैं. ठीक है, തങ്ങളുടെ മക്കളോടൊപ്പം എവിടെ താമസിക്കേണ്ടവരാണ്? അവരവരുടെ വീടുകളിൽ താമസിക്കേണ്ടവരാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷം, बदलते हुए सामाजिक परिवेश इस प्रकार के वृद्धाश्रमों को बढ़ती जा रही है हमारे देश में. ഇപ്രകാരമുള്ള
സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ മാറ്റം, സാമൂഹികമായ മാറ്റങ്ങൾ നമ്മളുടെ രാജ്യത്തെ വൃദ്ധാശ്രമങ്ങളുടെ സംഖ്യ ഉയർത്തിക്കൊണ്ടുവരികയാണ്. इसका क्या कारण होगा? എന്തായിരിക്കും? നിങ്ങൾ ഇതിനൊരു കാരണം പറയാനുണ്ടാവുക നിങ്ങൾക്ക്? എന്തായിരിക്കും? हमारे മൂല്യം അല്ലേ, നമ്മുടെ മാനവിക മൂല്യങ്ങൾ കുറഞ്ഞു വരികയാണ്. माँ बाप हमें क्या भगवान के समान हम पूजा करने चाहिए. यह भारतीय संस्कृति की अहम क्या है? सच्चाई है അല്ലേ? ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ഭഗവാനായി ദൈവമായിട്ട് കാണണമെന്നും അവരെ പൂജിക്കണമെന്നുമാണ്. പക്ഷെ അങ്ങനെയുള്ള അതേ രാജ്യത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൃദ്ധാശ്രമങ്ങളിലേക്ക് കൊണ്ടുപോയി ബുഡി ഹോനെ ജാനെ पर പ്രായമായി കഴിയുമ്പോൾ ബുഡാ ഹോനെ पर उन्हें वृद्धाश्रमों में या मंदिर के सामने या भीड़ों के साथ ऐसे जगह पर कहीं भी छोड़ते हैं. എവിടെ കൊണ്ടാണെങ്കിലും അവരെ ഉപേക്ഷിക്കുകയാണ്. इस प्रकार के वृद्धाश्रमों में रहते हुए भी इप्रकारम वृद्धाश्रमങ്ങളിൽ നിൽക്കുമ്പോൾ പോലും उनके मन में किसकी चिंता है? അവരുടെ മനസ്സിൽ ആരെക്കുറിച്ചാണ് ചിന്തയുള്ളത്? अपने बेटों के बेटे बेटियों के अपने संतानों की प्रति चिंताएंगे. അവരുടെ മക്കളെ കുറിച്ചാണ് അവർക്ക് ചിന്തയുള്ളത്. അതുകൊണ്ടാണ് ഈ വൃദ്ധാശ്രമത്തിലെ അമ്മ മകൻ എഴുതിയ ലെറ്ററിൽ എങ്ങനെ ചോദിച്ചത്? നിനക്ക് സുഖമാണോ? നീ സുഖമായിട്ടിരിക്കുന്നില്ലേ? ക്യോങ്കി ഹമേശ മാക്കെ മൻമേ യഹി ചിന്താ രഹതി ഹൈ. ഇതേ ചിന്തയാണ് എപ്പോഴും ഉള്ളത്. മേരെ ബേട്ട खाना खा लिया है क्या? मेरे बेटा सो लिया है क्या? मेरे बेटे की तबीयत ठीक है ना? इसी प्रकार की चिंताएं. ഭക്ഷണം കഴിച്ചോ? ഉറങ്ങിയോ? ആരോഗ്യത്തിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മാക്കോ कोई द्वेष नहीं है. वृद्धाश्रम में छोड़ते हुए भी अपने बेटों के प्रति വൃദ്ധാശ്രമങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോലും തൻ്റെ മകനോട് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ രോഷ് നെയ്ഹെ, ഒരു കോപവുമില്ല, ശിക്കായത് ഭി നെയ്ഹെ, പരാതിയുമില്ല. എന്ത് മാത്രമേ അമ്മയുടെ ആകുലതയിലുള്ളൂ? അമ്മൻ്റെ മകൻ എങ്ങനെയുണ്ട് എന്നുള്ള ആ ആകുലത മാത്രമേ അമ്മയുടെ മനസ്സിലേക്കുള്ളൂ. समझते ना? ये कविता के साथ हमारी इस इकाई की शुरुआत होती है. നമ്മുടെ ഈ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് ഈ 3 ലൈനോടൊപ്പമാണ്. ഈ 3 ലൈനിൽ एक सच्चाई, सामाजिक सच्चाई उभर आती है. ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് നമുക്ക് ഉയർന്ന് കാണാൻ കഴിയുന്നത്. और इसी के साथ आपको पुस्तक मिलने पर एक टेलीफिल्म देखना है, एक शॉर्ट फिल्म देखना है. इसके लिए QR कोड हम दिया है. QR कोड के साथ इस शॉर्ट फिल्म आपने आप देखना है. ഷോർട്ട് ഫിലിം का नाम है ആരാം കാ ഘർ. നിങ്ങൾ പുസ്തകം കിട്ടി കഴിയുമ്പോൾ QR കോഡ് ഉപയോഗിച്ച് ഈ ആരാം കാ ഘർ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം കാണണം. ഇതുമായി തന്നെ ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ആ ഒരു ഹൈക്കു കവിത എങ്ങനെയാണ് എന്ന് പരിചയപ്പെടുത്തുകയും ആ ഹൈക്കു കവിതയിൽ ഉണ്ടായിരുന്ന സാമൂഹിക ഇഷ്യൂ എന്താണ് എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും മാത്രമായിരുന്നു ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഇനി നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്കാണ് കടക്കേണ്ടത്. नवी कक्षा के मेरे प्यारे बच्चों, आपका फिर से स्वागत है हमारी दूसरी कक्षा की ओर. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിछली कक्षा में കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? एक हाइकू कविता के साथ हमारी इकाई शुरुआत की है. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ആരംഭിച്ചു. वहाँ में सामाजिक समस्या के बारे में हमने चर्चा की थी. അതിൽ ഒരു സാമൂഹിക വിഷയത്തെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. वो सामाजिक समस्या थी माँ बाप को बेटे लोग बूढ़ा होने पर उपेक्षित करते हैं या छोड़ते हैं. അമ്മയും അച്ഛനെയും അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സാമൂഹിക യാഥാർത്ഥ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ കവിത. देखिए बच्चों, अब हम अपनी पहले पाठ की ओर जाते हैं. पहले पाठ का नाम है पुल बनी थी माँ. देखिए, पुल बनी थी माँ എന്ന് പറഞ്ഞാൽ പുൽ മാനെ പാലം. പുൽ ബനി थी माँ, അമ്മയൊരു പാലമായിരുന്നു. किसकी कविता है? नरेंद्र पुंडरीक की कविता है.
നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്ന സമകാലീന കവിയോമേ പ്രമുഖ ഹസ്താക്ഷർ, സമകാലീന കവികളിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായി കരുതപ്പെടുന്ന നരേന്ദ്ര പുണ്ടരീകിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 जनवरी 1958 को उत्तर प्रदेश के बांदा में जन्म. 1958 ജനുവരി 15 ഉത്തർപ്രദേശിലെ ബാന്ദയിലാണ് അദ്ദേഹം ജനിച്ചത്. സമകാലീന ഹിന്ദി കവിത കെ മഹത്വപൂർണ്ണ കവിയോ മേ സെ ഏക, സമകാലീന ഹിന്ദി കവിതയിലെ ഏറ്റവും പ്രശസ്തരായ കവികളിൽ ഒരാളാണ് അദ്ദേഹം. ആലോചന ഏവം സമ്പാദൻ കെ ക്ഷേത്രമേ സക്രിയ, അതോടൊപ്പം നിരൂപണ മേഖലയിലും അതുപോലെ തന്നെ സമ്പാദൻ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ജോലി ചെയ്യുന്നു. അത് പ്രമുഖനായി അല്ലെങ്കിൽ പ്രവർത്തന നിരതനായിരിക്കുന്ന കർമ്മനിരതനായിരിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്ര പുണ്ടരീക്. പ്രമുഖ കവിതാ സങ്കലനം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കളക്ഷൻ ഓഫ് പോയംസ് नंगे पाव का रास्ता, सातों आकाशों की लाडली, इन्हें देखने दो इतनी सी दुनिया, इस पृथ्वी की विराटता में. इतना है नरेंद्र पुंडरीक. സമകാലീന കവിത എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം. സമകാലീന കവിത का कविता माने क्या है, कविता से क्या तात्पर्य है. സമകാലീന കവിത മാനെ നമ്മളുടെ കവി ഈ ഒരു കവിത എഴുതപ്പെടുന്ന കാലഘട്ടത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന കവിതകൾ, അതാത് കാലഘട്ടത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന കവിതകൾ. അതിൻ്റെ ഉദ്ദേശം എന്താണ്? വായനക്കാരുടെ മനസ്സിലേക്ക് നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹ്യ പ്രശ്നം എന്താണോ അതിനെ എത്തിക്കാനും സാമൂഹികമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ എഴുതപ്പെടുന്ന കവിതകളാണ് സമകാലീന കവിത എന്ന് പറയുന്നത്. അങ്ങനെ എഴുതപ്പെട്ട ഒരു കവിതയാണ് പുൽ ബനി ധി മാ. इस प्रकार की एक कविता है पुल बनी थी माँ, नरेंद्र पुंडरीक द्वारा लिखी गई एक സമകാലീന കവിത ഹെ പുൽ ബനി ധി മാ. ഞാൻ പറഞ്ഞു പുൽ ബനി ധി മാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പുൽ ബനി ധി മാ, മായക്ക് അമ്മ ഒരു പാലമായിരുന്നു. എവിടെയാണ് അമ്മ പാലമാകുന്നത്? എന്താണ് പാലം എന്നതുകൊണ്ടൊരു പുൽ എന്ന് പറയുന്നത്? പുൽ ഹാമേക്ക് പ്രതീക് ഹെ. എന്തായിരുന്നു പുൽ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണ് കുടുംബത്തിൽ പാലമാകുന്നത് നമുക്ക് നോക്കാം. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुप छुप छक छक. देखिए एक बार फिर और प्राവശ്യം കൂടെ നോക്കൂ. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुप छुप छक छक. हम भाइयों के बीच, ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ പുൽ ബനി ധി മാ, അമ്മ ആരായിരുന്നു? ഒരു പാലമായിരുന്നു. പുൽ കാ കാം ക്യാ ഹെ, പുൽ എന്ന് പറയുന്നതിൻ്റെ ജോലി എന്താണ്? പാലത്തിൻ്റെ ജോലി എന്താണ്? ദോ കിനാരോं को जोड़ना, രണ്ട് എന്തിനെ? തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക. യഹാം പരിവാർ മേ കിനാര മനെ ക്യാ കോൻ ഹെ, കുടുംബത്തിൽ ഒരു തീരം എന്ന് പറയുന്നത് ആരെയാണ്? പരിവാർ കെ ഹരേക്ക് സദസ്യ, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമാണ് ഇവിടെ കിനാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. तो इसका अर्थ क्या है? परिवार के हर एक सदस्यों के बीच एक घनिष्ठ संबंध जोड़ने वाली पुल थी माँ. കുടുംബത്തിലെ അംഗങ്ങളുടെ ഇടയിൽ ഒരു നല്ല ആത്മബന്ധത്തെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് എപ്പോഴും പാലമായി വർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. ആ പുൽ, ആ പാലത്തിലൂടെ, ജിസ്മേ, ആ പാലത്തിലൂടെ, ആയേ ദിൻ, കഴിഞ്ഞ ദിവസം അല്ലെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ, ദൗട്ടി രഹത്തി ധി ബേധടക്, ദൗട്ടി രഹത്തി ധി എങ്ങനെയായിരുന്നു? ദൗഡന ഓടുക, ദൗട്ടി രഹത്തി ധി ഓടിക്കൊണ്ടേയിരുന്നു. എങ്ങനെ? കൈസേ ദൗട്ടി രഹത്തി ധി ബേധടക് ബിനാ കോയി റുക്കാവട്ട് സെ, യാതൊരു തടസ്സങ്ങളുമില്ലാതെ, ഒരു നിർത്തലുമില്ലാതെ, അതായത് ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു. ക്യാ, എന്താ ഓടിക്കൊണ്ടിരുന്നത് നോക്കൂ. ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്, ബിനാ കിസി, ബിനാ എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, എന്തില്ലാതെ? യാതൊരു തരത്തിലുള്ള ഹരി ലാൽ ബത്തിക്ക്. ഹരി ലാൽ ബത്തി, കുട്ടികളെ നിങ്ങൾക്കറിയാം, ഹരി പച്ച, ലാൽ ചുവപ്പ്. പച്ചയും ചുവപ്പും എന്താണ്? ഒരു
വണ്ടികളെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ ലൈറ്റുകളാണ് അല്ലേ. പച്ച കത്തുമ്പോൾ പുറപ്പെടണമെന്നും റെഡ് ഒരു അപകട സൂചനയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പം റെഡും ഗ്രീനുമായിട്ടുള്ള ലൈറ്റുകളുടെ നിയന്ത്രണങ്ങളില്ലാതെ, അങ്ങനെ നിയന്ത്രിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ലാതെ ഹം ലോഗോं की ചുക് ചുക് ചക് ചക് गाड़ी, चुक 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 गाड़ी ഏതാ? रेलगाड़ी. ठीक है, रेलगाड़ी अल्ले. हम लोगों की रेलगाड़ी. रेलगाड़ी हम एक प्रतीक है. किसका प्रतीक है? प्रतीक माने सिंबल. ഒരു സിമ്പലാണ് റെയിൽഗാഡി എന്ന് പറയുന്നത്. ഇവിടെ എന്തിൻ്റെ സിമ്പലാണ്? ബച്ചോं की जिंदगी की, കുട്ടികളുടെ ജീവിതത്തിന് എന്താണ് സിമ്പലായിട്ട് പ്രതീകമായിട്ടാണ് ഇവിടെ റെയിൽ ഗാഡി പറയുന്നത്. അപ്പോൾ ആ റെയിൽ ഗാഡിക്ക് യാതൊരു തരത്തിലുള്ള ആക്സിഡൻറ്റുകളോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ വരുന്നില്ല. കാരണം എന്താണ്? അമ്മ എന്ന് പറയുന്ന പാലത്തിലൂടെയാണ് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുന്നത് ആരാണ്? അമ്മയാണ്. അവിടെ എന്ത് ആവശ്യമില്ല? ഒരു നിയന്ത്രണങ്ങളുടെയും ആവശ്യമില്ല, ഒരു തടസ്സങ്ങളുമില്ലാതെ അത് ഓടുകയാണ്. അമ്മയാകുന്ന പാലത്തിൻ്റെ കരുതലിലൂടെ മക്കളുടെ ജീവിതമാകുന്ന റെയിൽഗാഡി തുടർച്ചയായി ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലെ, കഴിഞ്ഞു പോയ കാലം. ഇനി ഇപ്പം എങ്ങനെയാണെന്ന് നോക്കൂ. പിതാക്കെ ബാദ്, ഈ 4 വരിയുടെ ഈ ഇത്രയും വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഹം ഭായിയോं के बीच पुल बनी थी माँ जिसमें आए दिन दौड़ती रहती थी बेधड़ बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. നമ്മുടെ ജീവിതമാകുന്ന റെയിൽഗാഡി, ബച്ചോं की जिंदगी रूबी रेलगाड़ी माँ रूबी पुल पर से बिना कोई हरी लाल बत्ती के नियंत्रण से बेधड़क चलती रहती है. इसकी देखभाल कौन करती थी? माँ देखभाल करती थी. बच्चों की जिंदगी रूबी रेलगाड़ी को कोई आपत्ति के बिना या आपत्ति आए बिना उसकी देखभाल हमेशा करने वाली पुल थी माँ. यहाँ മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തടസ്സങ്ങളുമില്ലാതെ ഓടാനായിട്ടുള്ള പാലം അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന പാലമായി അമ്മ നിലകൊണ്ടു. ഇനി നോക്കൂ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പുൽ ബനി ധി മാ സേ ക്യാ താത്പര്യ? എന്താണ് പുൽ ബനി ധി മാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നോക്കൂ, ടീച്ചർ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ പുൽ ബനി ധി മാ നരേന്ദ്ര പുണ്ഡരീകാണ് എഴുതിയിരിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഈ ഇത് നോട്ട്ബുക്കിൻ്റെ അകത്ത് നിങ്ങളുടെ എഴുതണം കേട്ടോ. ഈ തരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പാഠത്തിൻ്റെ പേര് എഴുതിയിട്ട് നിങ്ങൾ എഴുതി പോകേണ്ട ക്വസ്റ്റ്യൻ ആൻസറാണിത്. പുൽ ബനി ധി മാ കവിത കിസ്കി ഹെ? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ ഏതൊരു പാഠം നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ രചയിതാവ് ആരാണ് എന്ന് അറിയേണ്ടത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ പുൽ ബനി ധി മാ കവിത എന്ന് പറയുന്നത് ആരുടെ കവിതയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടേതാണ്? നരേന്ദ്ര പുണ്ഡരീക് എന്ന് പറയുന്ന സമകാലീന കവിയുടേതാണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ചോദ്യത്തിലേക്കാണ് പോകുന്നത്. പുൽ ബനി ധി മാ സേ ക്യാ താത്പര്യ ഹെ? പുൽ ബനി ധി മാ എന്നതുകൊണ്ട് എന്താണ് ക്യാ താത്പര്യ? താത്പര്യം എന്ന് ഹിന്ദി പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. എന്താണ് മീൻ ചെയ്യുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത് പുൽ ബനി ധി മാ എന്ന് പറയുന്നതിലൂടെ? പുൽ കാ കാം, നമ്മൾ പറഞ്ഞു ഒരു പാലത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ദോ കിനാരോങ്കോ ജോഡ്നാ ഹെ, 2 കിനാര തീരങ്ങളെ തമ്മിൽ ജോഡ്ന ബന്ധിപ്പിക്കുക എന്നതാണ്. കവിതാമേ, നമ്മുടെ ഈ കവിതയിൽ പരിവാർ കെ സദസ്യോങ്കോ, കുടുംബത്തിലെ സദസ്യ മെമ്പേഴ്സ് അംഗങ്ങളെ ആപ്പസി ജോഡ്നെ വാലി പരസ്പരം ബന്ധിപ്പിക്കുന്ന മാ അമ്മ പുൽ കാ കാം കർത്തി ഹെ, എന്ത് ചെയ്യുന്നു? ഒരു പാലത്തിൻ്റെ ജോലിയാണ് നിർവഹിക്കുന്നതെന്നാണ് പറയുന്നത്. പരിവാർ കെ സദസ്യോं के बीच, കുടുംബാംഗങ്ങളുടെ ഇടയിൽ, പരിവാർ കെ സദസ്യോं के बीच അവർക്കിടയിൽ, അവർ തമ്മിൽ ജോ റിസ്താ ഹെ, എങ്ങനെയുള്ള ബന്ധമാണോ ഉള്ളത്, ഉസേ ആ ബന്ധത്തെ ബഠാനെ വാലി കടി ഹെ മാ, വർദ്ധിപ്പിക്കുന്ന
ചങ്ങലയാണ് അമ്മ എന്ന് പറയുന്നത്. ഏഹ് ഹേ ഇസ്കാ താത്പര്യ, അതാണ് അതിൻ്റെ അർത്ഥം. ഒന്നും കൂടി പറയാം. പുൽ ബനീധി മാ സേ ക്യാ താത്പര്യ ഹേ. പുൽ ബനീധി മാ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പുൽ കാ കാം ദോ കിനാരോ കോ ജോഡ്നാ ഹേ. എന്താണ്? പാലത്തിൻ്റെ ജോലി രണ്ട് തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ്. ഈ കവിതയിൽ പരിവാർ കെ സദസ്യോ കോ ആപ്പസി ജോഡ്നെ വാലി മാ പുൽ കാ കാം കർത്തി ഹേ. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന അമ്മ എന്ത് ചെയ്യുകയാണ്? കുടുംബത്തിലെ ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുല്ലായിട്ട്, ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നു. പരിവാർ കെ സദസ്യോ കെ ബീച്ച് ജോ റിശ്താ ഹെ. കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള ഈ ബന്ധം എന്താണോ, ഉസേ ബഠാനെ വാലി കടി ഹെ മാ. അതിനെ വളർത്താൻ വർദ്ധിപ്പിക്കുന്ന ചങ്ങലയായി അമ്മ പ്രവർത്തിക്കുന്നു. ഏഹ് ഹേ ഇസ്കാ താത്പര്യ, അതാണ് അതിൻ്റെ അർത്ഥം. और इसी के साथ हमारी दूसरी कक्षा समाप्त होती है. नवीं कक्षा की मेरे प्यारे बच्चों, आप सबको मेरी तीसरी कक्षा की ओर स्वागत है. മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ക്ലാസ് നമ്മൾ തുടങ്ങി വെച്ചത് എന്തായിരുന്നു? पिछली कक्षा में पुल बनी थी माँ के पहली पंक्तियों के बारे में हमने चर्चा की है അല്ലേ? ആദ്യത്തെ വരികളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് ഞാൻ എഴുതി തന്നിരുന്നു. നിങ്ങളിത് എഴുതാനും പറഞ്ഞിരുന്നു. പുൽബനി ധി മാ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കാം ബാക്കി. നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഒന്നും കൂടി ബാക്കി നോക്കാം. देखिए बाकी क्या है. पिता के बाद हम भाइयों के बीच पुल बने माँ अचानक नहीं टूटे, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बुढ़ा रही है माँ. നോക്കൂ, पिता के बाद माने पिता के चल बसने के बाद या पिता की मृत्यु के बाद. അച്ഛൻ്റെ മരണത്തിന് ശേഷവും മാ അക്കേലി ഥി, അമ്മ ഒറ്റയ്ക്കായി പോയി. ഫിർ ഭി വേ സാഹസ് കെ സാത്ത്, എന്നിട്ടും ധൈര്യപൂർവ്വം എന്ത് ചെയ്തു? ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടാതെ ഹമാരി റിശ്ത ജിസ് പ്രകാർ ചൽത്തി ഹെ ഉസി കോ ആകെ ബിഠാനെ വാലി ഏക് പുൽ കാ കാം മാ കർത്തി രഹി. അമ്മ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അച്ഛൻ മരിച്ചു, ഒറ്റയ്ക്കായിട്ട് പോലും, ദുർബലയായിട്ട് പോലും അമ്മ എന്ത് ചെയ്തില്ല? ഞങ്ങളുടെ മക്കളുടെ ഇടയിലുള്ള ബന്ധത്തെ ഊട്ടി വളർത്താനും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശക്തമായ ഒരു പാലമായി അമ്മ നിലകൊണ്ടു. അച്ചാനക് നിഹി ടൂട്ടി, ധീരെ ധീരെ മാ ടൂട്ടി. ടൂട്ടിനെ തകരുക എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് കോണ്ടെക്സ്റ്റൽ മീനിങ് ആണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് സാന്ദർഭിക അർത്ഥം എന്ന് പറയും. അതെന്താണ്? ടൂട്ടിന എന്ന് പറഞ്ഞാൽ അവശയാവുക അല്ലേ? വാർദ്ധക്യം. അചാനക് നെഹീൻ ടൂട്ടി, നമുക്കറിയാം പെട്ടെന്നല്ല ഒരാളും എന്തിലേക്ക് കിടക്കുന്നത്? വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നത്. അചാനക് നെഹീൻ ടൂട്ടി, പെട്ടെന്നല്ല അമ്മ അവശയായത്, ദുർബലയായത്. ധീരെ ധീരെ ടൂട്ടി രഹി, ധീരെ ധീരെ മാനെ മെല്ലെ മെല്ലെ, മെല്ലെ മെല്ലെ അമ്മ എന്തിലേക്ക് വന്നു തുടങ്ങി? വാർദ്ധക്യാവസ്ഥയിലേക്ക്, വൃദ്ധാവസ്ഥയിലേക്ക് മാറി തുടങ്ങി. हम देखते रहे और मानते रहे कि बुढ़ा रही है माँ. हम देखते रहे, ഞങ്ങൾ ഹം ഭായിയ ഹം ബേട്ടെ ലോഗ് ദേഖ്തേ രഹേ, കണ്ടുകൊണ്ടിരുന്നു. എന്ത്? ബുഢാ ഹോ രഹി ഹേ മാ और हम मानते रहे, ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ അമ്മയ്ക്ക് പ്രായമായി വരികയാണ്, വയസ്സായി വരികയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ, ജീവിത യാഥാർത്ഥ്യത്തെ. എല്ലായ്പ്പോഴും ജവാൻ മേ നഹീ രോ ജാത്തേ ഹേ രഹ് സക്തേ ഹേ, നമുക്ക് എപ്പോഴും യുവാവായിട്ടോ യൗവനത്തിലോ മാത്രമേ ഇരിക്കാൻ കഴിയില്ല അല്ലേ? ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകൾ, കാലഘട്ടങ്ങൾ മാറി വരുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതാവസ്ഥകളും മാറുന്നു. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്നും നമ്മൾ എവിടേക്ക് പോകുന്നു? യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്നും വീണ്ടും വാർദ്ധക്യത്തിലേക്കും. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു 2ാം ബാല്യമായി കണക്കാക്കപ്പെടുന്ന ഒരവസ്ഥയും കൂടിയാണ്, നമുക്കറിയാം. അചാനക് നെഹി ടൂട്ടി, ഒരാളും എന്ത് ചെയ്യുന്നില്ല? പെട്ടെന്നല്ല വാർദ്ധക്യാവസ്ഥയിലേക്ക്. ബുഢാപ്പൻ മേ ഹോ ആ ജാത്തേ ഹേ ധീരെ ധീരെ. ക്യാ ഹേ ബുഢാപ്പേ കാ ലക്ഷൺ കൈസേ ഹം ബേട്ടെ ലോഗ്, എങ്ങനെയായിരിക്കും മക്കളത് തിരിച്ചറിഞ്ഞത്? ക്യാ ക്യാ പരിവർത്തൻ ആത്തേ ഹേ, ക്യാ ക്യാ ബദലാവ് ആത്തേ ഹേ ഉന്മേ, അവരിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക? ഉൻകെ ശരീർ പർ और मानसिकता पर बहुत अधिक बदलाव आ जाते हैं.
ठीक है ना. उनकी त्वचा पर क्या होते हैं, झुर्रियां होते हैं, അവരുടെ സ്കിന്നിലെല്ലാം ചുളിവുകൾ വീണ് തുടങ്ങും. പിന്നെ ബാൽ സബ് പക് ജാത്തെ ഹെ, മുടികളൊക്കെ നന്നായിട്ട് നരച്ചു തുടങ്ങും. പിന്നെ क्या है, अपनी आवाज़ कैसे होती है, काम होती है, വിറയ്ക്കുന്ന പോലെ ശബ്ദത്തിൽ പതർച്ചകൾ വന്നു തുടങ്ങും. പിന്നെന്താണ്, ആംഖേം കം ഹോത്തേ, കണ്ണുകൾ കുറഞ്ഞ് അല്ലെ കാഴ്ച കുറഞ്ഞു തുടങ്ങും. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏക് ഹി ബാത് കാ ബാർ ബാർ കേന, അങ്ങനെയുള്ള ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഓർമ്മക്കുറവുകൾ സംഭവിക്കുക, ഇതൊക്കെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയപ്പോൾ ഹം ലോഗ് മാൻതേ രഹേ, ഞങ്ങൾ അംഗീകരിച്ചു, ഹമാരി മാ ബുഢാ രഹി ഹേ. कैसे रहने वाली माँ अपने पिता के चल बसने के बाद भी, ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം പോലും अकेले रहने पर भी एक सशक्त रूप में हमारी रेलगाड़ी रूपी जिंदगी को आगे ले जाने वाले पुल को क्या होते ശക്തിഹീന ബൻ ജാത്തി रहती है. ശക്തിഹീനമായി തീരുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ ഞങ്ങൾ അംഗീകരിച്ചു. और फिर देखिए मानते रहे कि बुढ़ा रही है माँ. ഒന്നുകൂടെ ഞാനിവിടെ പറയാം. പിതാ കെ ബാദ് ഹം ഭായിയോं के बीच पुल बनी माँ. മാതാപിതാവിൻ്റെ മരണശേഷവും ഞങ്ങൾ മക്കളുടെ ഇടയിൽ ഒരു പാലമായിരുന്നു അമ്മ. അചാനക് നെഹി ടൂട്ടി, അമ്മ പെട്ടെന്നല്ല വയസ്സായത്. ധീരെ ധീരെ ടൂട്ടി രഹി, മെല്ലെ മെല്ലെ അമ്മ വാർദ്ധക്യത്തിലേക്ക് വന്നു. ഹം ദേഖ്തേ രഹേ, അമ്മയുടെ വയസ്സാകുന്ന മാറ്റത്തെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അവർ മാൻതേ രഹേ, ഞങ്ങൾ അംഗീകരിച്ചു. ബുഢാ രഹി ഹേ മാ, അമ്മ വൃദ്ധയായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. माँ के बार बार कहने को हम मान कर चलते रहे. एक ही बात को, മക്കളെ നിങ്ങളുടെ വീട്ടിലും പ്രായമായ ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായിരിക്കും, ഒരേ കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ച് പറയും അല്ലേ. നമുക്കാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വന്നെന്നിരിക്കും, പക്ഷെങ്കിൽ അവരുടെ ആ ആകുലത കൂടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓർമ്മക്കുറവ് കൊണ്ട്, അവരുടെ വാർദ്ധക്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അവരങ്ങനെ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ, ഇപ്പം വാതിലടച്ചോന്നോ അല്ലെങ്കിൽ ഗേറ്റ് അടച്ചോന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോന്നോ ഒക്കെ അവരിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതവരുടെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണ്. മാ കെ ബാർ ബാർ കെഹിനേക്കോ, അമ്മയുടെ വീണ്ടും വീണ്ടും പറയുക എന്ന ആ പ്രവൃത്തിയെ ഹം മാൻകർ ചൽത്തേ രഹേ, ഞങ്ങൾ മക്കൾ അംഗീകരിച്ചു, മുന്നോട്ട് പോയി. ഉസ്കെ ബുഡേ ഹോനെ കി ആദത്ത്, എന്താണ് ഞാൻ അംഗീകരിച്ചത്, ഉസ്കെ ബുഡേ ഹോനെ കി ആദത്ത്, അവരുടെ വയസ്സാകുന്ന സ്വഭാവമാണ് എന്ന്. വയസ്സാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വാർദ്ധക്യത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ഇതെന്ന് ഞങ്ങൾ അംഗീകരിച്ചു. और अपनी हर आवाज़ में धीरे धीरे टूटी रही माँ, ഞങ്ങളുടെ തൻ്റെ ഓരോ ശബ്ദത്തിലും എന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കുകളിലും ധീരെ ധീരെ മെല്ലെ മെല്ലെ ടൂട്ടി രഹി മാ, അമ്മ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവശയായിക്കൊണ്ടേയിരുന്നു, വൃദ്ധയായിക്കൊണ്ടേ. ബുഢാ രഹി, ഇവിടെ ഹമേക്ക് പ്രശ്ന ഹേ, ഇവിടെ വരെയുള്ള കവിത നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. ബുഢാ രഹി ഹേ മാ ഇസ്കാ ആശയ ക്യാ ഹേ. അതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിട്ടുപോയിരുന്നു. നമുക്ക് നോക്കാം ആ ക്വസ്റ്റ്യനെ കുറിച്ചൊന്ന്. നിങ്ങൾ ഇതും കൂടി ചേർത്ത് വേണം ആദ്യ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എഴുതാൻ. പാഠത്തിൻ്റെ ആദ്യ ഭാഗം, കവിത മേ ചുക് ചുക് ചക് ചക് കിസ്കാ പ്രതീക് ഹോ സക്താ ഹെ. കവിതയിൽ ചുക് ചുക് ചക് ചക് എന്നത് കിസ്കാ പ്രതീക്, എന്തിൻ്റെ പ്രതീകമായിട്ടാണ്, സിമ്പലായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനെ സിമ്പലാന്ന് നമ്മൾ പറഞ്ഞ, റെയിൽഗാഡി ബേട്ടോങ്കി ജിന്ദഗി കാ പ്രതീക്, എന്തിൻ്റെയാണ്, മക്കളുടെ ജീവിതത്തിൻ്റെ സിമ്പലാണ് ഈ റെയിൽഗാഡി എന്ന് പറയുന്നത്. ബേട്ടോങ്കി ജിന്ദഗി കാ പ്രതീക്, ഇതൊക്കെ ചിലപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബേട്ടോങ്കി ജിന്ദഗി രൂപി റെയിൽഗാഡി കൈസേ ചൽത്തി ഹെ, നോക്കൂ അതും നമ്മുടെ ആദ്യ ഭാഗത്തുള്ളതാണ്. ബേട്ടോങ്കി ജിന്ദഗി രൂപി റെയിൽഗാഡി കൈസേ ചൽത്തി ഹെ, മക്കളുടെ ജീവിതമാകുന്ന റെയിൽഗാഡി, തീവണ്ടി, കൈസേ ചൽത്തി ഹെ, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. മാ രൂപി പുൽ പർസെ, അമ്മയാകുന്ന പാലത്തിലൂടെ, ബിനാ കോയി രുക്കാവട്ട് സെ, യാതൊരു
തടസ്സങ്ങളുമില്ലാതെ ബിനാ ഹരി ലാൽ ബത്തിക്ക് നിയന്ത്രൺ സെ, യാതൊരു തരത്തിലുള്ള പച്ച ചുവപ്പ് ലൈറ്റുകളുടെ നിയന്ത്രണങ്ങളില്ലാതെ ഹമേഷ ചൽത്തി രഹത്തി ഹെ, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാ രൂപേ പുൽക്കി സഹായദാസെ, അമ്മയാകുന്ന പാലത്തിൻ്റെ സഹായത്താൽ ഉനേം ഇസ് പ്രകാർ കി ദൗഡ് ഹോ സക്തി ഹെ, അവർക്ക് ഇപ്രകാരം ഓടാൻ കഴിയുന്നു. അമ്മയാകുന്ന പാലത്തിൻ്റെ സഹായത്തിലാണ് അവർക്ക് ഇപ്രകാരം ഓടാൻ കഴിയുന്നത്. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ ക്ലാസ്സിലെ പിതാക്കെ ചൽ ബസ്നേക്കെ ബാദ് എന്നുള്ള ആ ഭാഗം തുടങ്ങി ഉള്ളതിൻ്റെ അകത്തു നിന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ചോദ്യമായിട്ട് ടീച്ചറോട് എഴുതിയിരിക്കുന്നത്. നോക്കുക, ബുഢാ രഹി ഹേ മാ ഇസ്കാ ആശയ ക്യാ ഹെ, പ്രായമാകുന്നു അമ്മ എന്നതിൻ്റെ ആശയം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? माँ ശാരീരിക और മാനസിക रूप से ബുഢാ ഹോ രഹി ഹെ, അമ്മയ്ക്ക് എവിടെ മാത്രമല്ല ശാരീരികമായും മാനസികമായും മാറ്റങ്ങൾ വന്നുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. മാക്കെ ശരീർ പർ, അമ്മയുടെ ശരീരത്തിൽ ബൂഢാപ്പാക്ക ലക്ഷൺ ചാനേ ലഗ, അമ്മയുടെ ശരീരമാകെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം പടരാൻ തുടങ്ങി. ഉൻകി ത്വചാമേ ജുർറിയാം ആനേ ലഗി, അവരുടെ സ്കിന്ന്, ത്വച്ച എന്ന് പറയുന്നത് തൊലി, തൊലിയിൽ ജുർറിയാം ചുളിവുകൾ ആനയിലേക്ക് വരാൻ തുടങ്ങി. ബാൽ പക് ഗയേ ഹെ, ബാൽ പക് ജാന നരയ്ക്കുക, നരച്ചുപോയി. ഉൻകി ആവാസ് ബി കംസോർ ഹോനെ ലഗി, അവരുടെ ശബ്ദവും ബലക്ഷയമായി അല്ലെ ശക്തിഹീനമായി തീർന്നു. ഏക് ഹി ബാത് കോ വേ ബാർ ബാർ കഹനെ ലഗി, ഒരേ കാര്യത്തെ തന്നെ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് അമ്മ പ്രായമാകുന്നു എന്നതിൻ്റെ ആശയമായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതേണ്ടതാണ്. നോട്ട്ബുക്കിൻ്റെ അകത്ത് ഈ 5 ക്വസ്റ്റ്യൻ വരെയും 2ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എഴുതി കഴിയണം. രണ്ടാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ, അതായത് ആദ്യം ഹൈക്കു കവിതയാണ് ആദ്യത്തെ ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പുൽബനീതിമ തുടങ്ങിയിരിക്കുന്നു. 3ാമത്തെ ക്ലാസ് പുൽബനീതിമയുടെ ബാക്കിയുള്ള സ്റ്റാൻസ എടുത്തു. അതുവരെയുള്ള നോട്ട്സും എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. നോട്ട്ബുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി ഫോളോ ചെയ്യണം. എനിക്ക് ക്ലാസ് തന്നിരിക്കുന്നത് 9Dയും 9Bയുമാണ്. 9Bയിലെയും 9Dയിലെയും കുട്ടികളോട് ഞാൻ പറയുന്ന നമ്പേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് ഈ നോട്ട്സ് അയച്ചു തരേണ്ടതാണ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഞാൻ പറയുന്ന നമ്പറുകൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോട്ട്സ് എഴുതി തയ്യാറായിട്ടിരിക്കുക. इतनी से हमारी तीसरी कक्षा भी यहाँ समाप्त होती है. माँ अपनी बेटों की जिंदगी रूपी रेलगाड़ी को बिना नियंत्रण से, बिना कोई रुकावट से चलाने वाली एक पुल थी. और माँ की अवस्था, माँ की दशा, माँ की हाल कब अब कैसी है, ഇപ്പം എങ്ങനെയാണ് അമ്മയുടെ അവസ്ഥ? മാँ ബുഢാ ഹോ രഹി ഹെ, അമ്മയുടെ എല്ലാ ശാരീരിക और मानसिक रूप से माँ कमज़ोर होने लगी, അമ്മ ശക്തിയില്ലാത്തവളായി, ബലം ക്ഷയിച്ച് അല്ലെങ്കിൽ ആ യൗവനത്തിൻ്റെ ആ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടമായ അവസ്ഥയിലേക്ക് അമ്മ ആയി. ബാക്കി ക്യാ ഹുവാ ഹോഗ, ബാക്കി എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. देखिए, हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. हाथों हाथ रहती माँ, നോക്കൂ, ഇത് ബുന്ദേൽഖണ്ഡിലെ ഒരു നരേന്ദ്ര പുണ്ഡരീക് അതിൻ്റെ തൻ്റേതായ ആ പ്രാദേശിക ചുറ്റുപാടിൽ പ്രയോഗിക്കുന്ന കുറേ പ്രയോഗങ്ങൾ, കുറേ മുഹാവരകളും കൂടെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കവിതയാണ്. കുറേ പ്രയോഗങ്ങളുണ്ട്. അതിന് മെയിനായിട്ടുള്ള മീനിങ്ങിലേക്ക് ചിലപ്പം നമ്മൾ പോകുമ്പോൾ വ്യത്യസ്തമായൊരു മീനിങ്ങാണ്. ആ ഒരു അതേപോലെ ഉള്ള മുഹാവരയുടെ പ്രത്യേകത ഏതാണല്ലോ, നമ്മൾ ഒരു പറയുന്ന അതേ മീനിങ് അല്ല അതിനുണ്ടാവുക, മറ്റൊരു മീനിങ്ങാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഹാത്തോ ഹാത്ത് രഹത്തി മാനെ സംഭാൽത്തി, സംരക്ഷിക്കപ്പെട്ടിരുന്ന, സംഭൽത്തി മാ, ഹാത്തോ ഹാത്ത് രഹത്തി മാ, ഏക് ദിൻ, ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന അമ്മ ഒരു ദിവസം ഹമാരെ കന്ധോമേ ആ ഗയി, കന്ധോമേ ആ ജാന ഏക മുഹാവര ഹെ, ഹാത്തോ ഹാത്ത് രഹനെ കെ സമാൻ, ഹാത്തോ ഹാത്ത് സംരക്ഷിക്കുക എന്നതുപോലെ തന്നെ കന്ധോമേ ആ ജാന എന്ന് പറയുന്നതും ഒരു മുഹാവരയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ദായിത്വ ആ ജാന, ഉത്തരവാദിത്വം വന്നു ചേരുക, ദായിത്വ ആന. അപ്പം
ഏക് ദിൻ ഹമാരെ കന്ധോമേ ആകെ, അതുവരെ ഞങ്ങളെ സംരക്ഷിച്ചിരുന്ന അമ്മ ഒരു ദിവസം ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്കായി, അല്ലെങ്കിൽ പിന്നീട് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ചുമതലയിലേക്ക് അമ്മയെ നോക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി മാറി. ധീരെ ധീരെ മഹസൂസ് കർനെ ലഗേ हम अपने वृषभ कंधों में माँ का भारी होना. നോക്കൂട്ടളെ, ധീരെ ധീരെ മെഹസൂസ് ഹോനെ ലഗേ, മെല്ലെ മെല്ലെ ഞങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. ക്യാ മെഹസൂസ് ഹോനെ ലഗേ, എന്താ മനസ്സിലാകാൻ തുടങ്ങിയത്, അനുഭവപ്പെടാൻ തുടങ്ങിയത്? ഹം അപ്നെ വൃഷഭ് കന്ധോമേ, വൃഷഭ് മാനെ ശക്തമായ, ശക്തമായ ബലമായ, ബലമുള്ള കന്ധ ചുമലുകൾക്ക്, ഞങ്ങളുടെ ശക്തമായ ബലമുള്ള ചുമലുകൾക്ക് മാ കാ ഭാരി ഹോന, അമ്മയെ നോക്കാൻ ശക്തമായ ചുമലുകളാണ് ഞങ്ങൾക്കെന്നിരിക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. മാ ഏക് ഭാർ ഹേ, മാ ഏക് ബോझ് ഹേ, ഞങ്ങൾക്കൊരു ഭാരമാണ് എന്നത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. നോക്കൂ, അമ്മയെ തൻ്റെ മാപ്പിനെ യൗവൻ മേ और उसी के साथ अपने पति के चल बसने के बाद निराश्रय होने पर भी अपने बेटों के हाथों को अपने हाथों में जोड़ते हुए एक पुल का काम करती रहती थी അല്ലേ? അതുവരെയും അവരെ സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് ആവുന്ന കാലം വരെയും തൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കുകയും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്ത അമ്മ ഒരു പ്രായമായതോടുകൂടി മക്കളുടെ ചുമലിലേക്ക്, എങ്ങനെയുള്ള ചുമലിലേക്കാ? സശക്ത കന്ധോമേ, ശക്തമേറിയ, അവർക്ക് ബലമേറിയ ഒരു കൈകളായിട്ട് പോലും, ചുമലുകളായിട്ട് പോലും അമ്മയെ നോക്കാനുള്ള എല്ലാത്തരം പ്രാപ്തിയും അവർക്കുണ്ടായിട്ട് പോലും മെല്ലെ മെല്ലെ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? അമ്മയൊരു ഭാരമായി തീരുന്നല്ലോ എന്ന് അനുഭവപ്പെടാൻ തുടങ്ങി. അമ്മയ്ക്കും മക്കൾ പലതായിരുന്നു. മക്കളെ എല്ലാവരെയും നോക്കുന്നതിൽ അമ്മയ്ക്ക് ഒരിക്കലും ഒരു ഭാരം തോന്നിയിരുന്നില്ല. പക്ഷെങ്കിൽ അമ്മ എന്ന ഒരാളെ നോക്കുന്നതിൽ മക്കൾക്ക് ഓരോരുത്തർക്കും ഭാരം തോന്നി തുടങ്ങി. നോക്കൂ, ഇവിടെ ഞാൻ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഹാത്തോ ഹാത്ത് രഹത്തീമ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന എങ്ങനെയായിരിക്കും? പ്രയോഗങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ മീനിങ് ചോദിക്കും. 4 മാർക്കിൻ്റെയൊക്കെ ഏത് എന്താണ് മിലാനയും എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. ഹാത്തോ ഹാത്ത് രഹത്തീമ ക്യാ താത്പര്യ ഹേ, എന്താണ് ഹാത്തോ ഹാത്ത് രഹന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സംഭാൽത്തീമ, സംരക്ഷിച്ച അമ്മ. കന്ധോമേ ആന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദായിത്വ ആജാന, ഉത്തരവാദിത്വം വന്ന് ചേരുക. വൃഷഭ് കന്ധ എന്ന് പറയുന്നതിൽ അപ്യാ സമസ്തേഹേ, എന്തിൽ പറയുന്നതിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? വൃഷഭ് മാനെ സശക്ത, കന്ധ ചുമലുകൾ, ശക്തമായ ചുമലുകൾ. ഇവിടെ നോക്കൂ, महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. इन पंक्तियों में कौन सी सामाजिक समस्या का इशारा है? സോറി, ഒരു ഇവിടെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഒരെണ്ണം. മേ എന്നാണ് കേട്ടോ ഇവിടെ പ്രപ്പോസിഷൻ ചേർക്കണം. മഹസൂസ് കർനെ ലഗേ ഹം, ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പേ വൃഷഭ് കന്ധോമേ, ഞങ്ങളുടെ ശക്തമായ ചുമലുകൾക്ക് മാ കാ ഭാരി ഹോന, അമ്മ എന്താകുന്നത്? ഭാരമാകുന്നത്. ഇൻ പങ്ക്തിയോമേ, ഈ വരികളിലുള്ള കോൺ സി സാമാജിക് സമസ്യ കാ ഇശാരാ ഹെ, ഈ വരികളിൽ ഏത് സാമൂഹിക പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? इन पंक्तियों में कौन सी सामाजिक समस्या का इशारा है? നോക്കൂ, എന്താണ് അതിൻ്റെ ആൻസർ നോക്കൂ. ആജ്കൽ की एक बड़ी सामाजिक समस्या है बुढ़ापा में बेटों से तिरस्कृत होना. ഇന്നത്തെ കാലഘട്ടത്തിലെ, ഈ കാലഘട്ടത്തിലെ ഒരു ബഡി സാമാജിക് സമസ്യ, വലിയൊരു സാമൂഹിക വിഷയമാണ്, പ്രശ്നമാണ്. ബുഢാപ്പാമേ ബേട്ടോം സേ തിരസ്കൃത് ഹോന, പ്രായമാകുമ്പോൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളത്. ബുഢി മാ ബാപ്പ് ആജ് കെ ബേട്ടോം ബേട്ടിയോം കെ ലിയെ ബോझ് ബൻ ജാത്തേ ഹെ, പ്രായമേറിയ അമ്മയും അച്ഛനും ഇന്നത്തെ
മകനാണെങ്കിൽ ആൺമക്കൾക്കാണെങ്കിലും പെൺമക്കൾക്കാണെങ്കിലും ബോझ് ബൻ ജാത്തെ ഹെ, ഭാരമായി മാറുന്നു. इसलिए അതുകൊണ്ട് हमारे देश में വൃദ്ധാശ്രമോं की संख्या बढ़ती जा रही है. നമ്മുടെ രാജ്യത്ത് വൃദ്ധാശ്രമങ്ങളുടെ സംഖ്യ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ പങ്ക്തിയോं के द्वारा, ഈ വരികളിലൂടെ കവി यही सामाजिक समस्या की और इशारा करते हैं. കവി ഈ സാമൂഹിക വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്താണ് സാമൂഹിക വിഷയം? നമ്മൾ കുറേ നേരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഈ പറയുന്നതിൽ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി ബാക്കി देखिए. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. माँ आखिर माँ ही तो है, बार बार हम कंधे बदलते देख हमारे कंधों से उतर गई माँ और माँ के कंधों से उतरते ही उतर गए हमारे कंधे. ഒരേപോലൊക്കെ തോന്നാം, പക്ഷെങ്കിൽ എല്ലാത്തിനും വ്യത്യാസമുള്ള മീനിങ്ങുകളാണ് കേട്ടോ. ജബ് തക്ക് ജീവിത രഹീമ, എന്ന് വരെയാണോ അമ്മ ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അമ്മയുടെ മരണം വരെയും ഞങ്ങൾ എന്ത് ചെയ്തു? അതിന് ഞങ്ങളൊരു എന്താണ് പരിഹാരം കണ്ടെത്തി. ആ പരിഹാരം ഇതായിരുന്നു, ബദൽത്തെ രഹേ അപ്നെ കന്ധേ. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഞങ്ങളുടെ ചുമലുകൾ മാറ്റിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹം അപ്നെ ദായിത്വ ബദൽത്തെ രഹേ, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. മക്കൾ കൂടുതലുണ്ടെങ്കിൽ 4 മക്കളുണ്ടെങ്കിൽ ഒരാളുടെ കാലത്ത് 2 മാസം, അടുത്ത ആളുടെ അടുത്ത് 2 മാസം, മൂന്നാമത്തെ ആളുടെ അടുത്ത്, അങ്ങനെ ഞങ്ങൾ മാറി മാറി അമ്മയെ നോക്കുന്ന ഉത്തരവാദിത്വത്തെ എന്ത് ചെയ്തു? ഞങ്ങൾ ബാണ്ടത്തെ ഗയെ, ഞങ്ങൾ എന്താണ് വീതിച്ചെടുത്തു. അമ്മയുടെ ഉത്തരവാദിത്വം, നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം. ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ. കന്ധാ ബദൽന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കന്ധാ ബദൽന, ദായിത്വ ബദൽന. അതൊരു നോട്ടാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇന്നും കൂടെ താഴെ എഴുതാം. നിങ്ങൾ ഓർത്തോളുക. കന്ധാ ബദൽന എന്ന് പറഞ്ഞാൽ ദായിത്വ ബദൽന. ചുമതലകൾ എന്ത് ചെയ്യുക? മാറുക, ചുമതലകൾ മാറ്റുക, ലഘൂകരിച്ചെടുക്കുക. കന്ധേ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ. മാ ആഖിർ മാ ഹി തോ ഹേ. അമ്മ എന്തായാലും അമ്മ തന്നെയാണല്ലോ. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേക്ക്, വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ ഉത്തരവാദിത്വത്തെ മാറ്റുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അമ്മയെ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോരുത്തരത്തേക്ക് ആക്കുന്നത് കണ്ടിട്ട്, ഹമാരെ കന്ധോം സേ ഉതർ ഗയേമ. കന്ധോം സേ ഉതർ ജാന എന്ന് പറഞ്ഞാൽ അതും ഒരു ഫ്രേസാണ്, മുഹാവരയാണ്. കന്ധോം സേ ഉതർ ജാന എന്ന് പറഞ്ഞാൽ മൃത്യുഹോന. കന്ധോം സേ ഉതർ ജാന മൃത്യുഹോന. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ മാറി മാറി ഞങ്ങൾ അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടുന്നത് കണ്ടിട്ട് അമ്മ മരണമടഞ്ഞു, അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയി. അവർ മാക്കെ കന്ധോം സേ ഉതർത്തേ ഹി. അമ്മ ചുമലിൽ നിന്നും ഇറങ്ങിയതോടുകൂടി, എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞതോടുകൂടി, അമ്മയെ നോക്കുക എന്നുള്ള ആ ദായിത്വത്തെ ഒഴിഞ്ഞതോടുകൂടി, ഉതർ ഗയെ ഹമാരെ കന്ധേ, ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഉതർ ഗയെ ഹമാരെ കന്ധേ. ഉതർന, കന്ധ ഉതർന എന്ന് പറഞ്ഞാൽ നിരാശ്രയ ബെഞ്ചാന, ആശ്രയമില്ലാത്തവരായി തീരുക. അതുവരെ ഞങ്ങൾക്ക് ഭാരമായി തോന്നിയ അമ്മയുടെ മരണശേഷമാണ് माँ की कितना मूल्य है यह हम समझते हैं, और माँ की मृत्यु के बाद हम समझ गए कि माँ के बिना हम बहुत निराश्रय हैं, हम मूल्यहीन हो गए हैं, बन गए हैं. ऐसी सच्चाई को हम मानते रहे. ഈ ഒരു യാഥാർത്ഥ്യത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. അതുവരെയും ഞങ്ങളുടെ ശക്തം എന്നുള്ള ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മയായിരുന്നു. അമ്മ പോയതോടുകൂടി ഞങ്ങൾ ആശ്രയമില്ലാത്തവരായി തീർന്നു എന്ന യാഥാർത്ഥ്യത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വന്നു. ഓക്കെ, അതുതന്നെയാണ് നമ്മൾ ആദ്യം കണ്ട ഹൈക്കു കവിതയിലെ അമ്മയുടെ ചിന്തകളും. അമ്മയിൽ എന്തായിരുന്നു? മക്കളുടെ ഓരോ മാനസിക വിധം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അമ്മയ്ക്ക് മനസ്സിലാകും മക്കൾക്ക് താനൊരു ഭാരമാണ് എന്നുള്ളത്. അങ്ങനെ ഓർത്തോർത്ത് അമ്മയുടെ ജീവൻ പോവുകയാണ് ചെയ്തത്. അമ്മ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞത്. മാ കെ ബിനാ ഹം കിത്തനാ ബേസഹാരെ ബൻ ഗയേ ഹെ. ഞങ്ങൾ
എത്രത്തോളം സഹായമില്ലാത്തവരായി തീർന്നു എന്ന യാഥാർത്ഥ്യത്തെ. देखिए बच्चों, हमारे माँ बाप हमारे ज़िंदगी का सबसे बड़े मूल्य है. ठीक है, മൂല്യവാൻ चीज़ है, अनमोल चीज़ है. നമ്മളുടെ ഏറ്റവും മൂല്യമേറിയ വിലമതിക്കാനാവാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്ന അൻമോൽ വ്യക്തി മൂല്യ बहुत मूल्य रखने वाले व्यक्ति है. व्यक्ति कौन? हमारे माँ बाप. अपने माँ बाप के पूजा किए बिना, अपने माँ बाप को मानते बिना हम कहीं भी नहीं जा सकते हैं. നമുക്ക് എങ്ങും പോകാൻ കഴിയില്ല, നമുക്കൊരു വിജയവും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് കവി നമുക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അവരൊരു ഭാരമാകുമെങ്കിലും അവർ മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അവരുടെ വില മൂല്യ കിത്തന ഹേ വഹ സമസ്തേ. നമുക്ക് അത്രമാത്രോളം വിലയുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കെന്നുള്ള യാഥാർത്ഥ്യത്തെ, ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത് ചിലപ്പോൾ അവർ നഷ്ടപ്പെടുമ്പോഴായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അമ്മയും അച്ഛനെയും അനുസരിക്കുന്ന നല്ല മക്കളാകാൻ നിങ്ങൾക്ക് ഈ കവിത പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നോട്ട്സിലേക്ക് ഒന്നും കൂടി ക്യാമറ ഞാൻ കാണിക്കാം. രണ്ട് ദിവസം കൂടി അവിടെ പറയാനുണ്ട്, രണ്ടെണ്ണം കൂടി എഴുതാനുമുണ്ട്. ഞാൻ ലാസ്റ്റ് പറഞ്ഞ 2 മുഹാവരകൾ പറഞ്ഞിട്ടില്ല, അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല, അതും കൂടെ ഞാൻ എഴുതിയിടാം. അതല്ലാതെ ഒരു നോട്ടും കൂടിയുണ്ട്. പുസ്തകത്തിലെ ക്വസ്റ്റ്യനാണത്, പുസ്തകത്തിലെ തന്നെ ക്വസ്റ്റ്യനാണ്. മാ ആഖിർ ദേഖിയേ, മാ ആഖിർ മാ ഹി തോ ഹേ. അമ്മ എന്തായാലും അമ്മ തന്നെയല്ലേ. ഈസസേ ആപ്നെ ക്യാ സമജ, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ബേട്ടോങ്കി ചോട്ടി ബഡി കഠിനായിയോങ്കോ, മക്കളുടെ ചെറുതും വലുതുമായ എന്ത് പ്രയാസങ്ങളെയും ശീഘ്രസേ പെട്ടെന്ന് തന്നെ സമജ്ജിനേക്ക് ക്ഷമത മനസ്സിലാക്കാനുള്ള കഴിവ് മാക്കോഹെ അമ്മയ്ക്കുണ്ട്. മക്കളുടെ എന്ത് ചെറിയ തരത്തിലുള്ള പ്രയാസവും പെട്ടെന്ന് അമ്മമാർക്ക് മനസ്സിലാകും. അപ്പനെ ബേട്ടോങ്കോ മേ ഏക് ബോജ് ഹും, എൻ്റെ മക്കൾക്ക് ഞാനൊരു ഭാരമാണ് എന്നുള്ള സാമാജിക് സച്ചായിക്കോ, ഈ സാമൂഹിക യാഥാർത്ഥ്യത്തെ എഹാം ബൂഢിമ സമസ്തേഹെ, ഇവിടുത്തെ നമ്മുടെ വൃദ്ധയായ അമ്മ മനസ്സിലാക്കുന്നു എന്നതാണ് ഇവിടുത്തെ ആ ഒരു ആഖിർ മാ ഹി തോ ഹേ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മീനിങ്. ഇനി ഒരു 2 ഇത് എഴുതാനുണ്ട്. കന്ധാ ഉതർന, കന്ധാ ഉതർന ബേസഹാരെ बंजाना, कंधा उधरना बेसहारे बंजाना, കന്ധോം സേ ഉദർന്ന. ഇതൊന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ, ഇതെല്ലാം മീനിങ് പഠിച്ചു വെക്കേണ്ടതാണ്. കന്ധോം സേ ഉദർന്ന, ചുമലുകളിൽ നിന്നും വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൃത്യു ഹോന, മൃത്യു ഹോന. कंधा बदलना, दायित्व बदलना, कंधा उतरना, बेसहारे बन जाना, कंधों से उतरना, मृत्यु होना, हाथों हाथ रहती माँ कंधों में आना, वृषभ गंधा. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 13 സ്റ്റാൻഡ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, നോക്കുക. നമ്മൾ കവിത മുഴുവൻ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ള ഒരു പരാതികളും ആരും പറയണ്ട, കാരണം കവിതകൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനത് ഇട്ടിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കുള്ള ഒരു അസസ്മെൻ്റാണ്, നിങ്ങൾക്കുള്ളൊരു അസൈൻമെൻ്റാണ്, വർക്കാണ്. ലിഖേ, എഴുതുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ലിഖേം, എഴുതൂ. എന്താണ് എഴുതേണ്ടത്? നിമ്നലിഖിത ആശയം. ഇവിടെ ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തിൻ്റെ? ഈ വരികളുടെ, ഈ കവിതയിലെ ചില വരികളുടെ മീനിങ്, ആശയം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
കവിത കി കിൻ കിൻ പങ്ക്തിയോ മേ ഹെ. ഈ ആശയം കവിതയിലെ ഏത് വരികളിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി എഴുതുക. ബേട്ടോं का ജീവൻ ബേരോക് ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളത് എന്താണ്? ദൗഡ്തി രഹതി ധി ബേധടക് ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോं की ചുക് ചുക് ചക് ചക് എന്ന് പറയുന്ന വരികളാണ് ഈ മീനിങ് ചെയ്യുന്നത്. ഈ ആശയം ഉൾക്കൊള്ളിച്ചോ. നമസ്കാർ. हम अपने पहला पाठ पुल बनी थी माँ की अंतिम कक्षा की ओर जाते हैं. पुल बनी थी माँ എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക്, ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. पिछली कक्षाओं में കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ कविता का आशय व्यक्त किया है और कविता के विशेष प्रयोगों के बारे में कहा है और कविता से प्रश्न और उत्तर में नोट पुस्तिका में लिखने के लिए कहा है और आपके लिए एक असाइनमेंट वर्क भी दिया गया है. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കവിതയുടെ ആശയങ്ങളെ മനസ്സിലാക്കി, കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന വിശേഷ പ്രയോഗങ്ങളുടെ മീനിങ്ങുകൾ പറഞ്ഞു. അതുകൂടാതെ നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞു തന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻറ്റ് വർക്കും തന്നു. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അത് എഴുതിയിട്ടുണ്ട് എന്ന്. ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്ന രീതിക്കനുസരിച്ച് എനിക്ക് നോട്ട്ബുക്ക് ഇട്ട് തന്നു കഴിയുമ്പോൾ എല്ലാ ക്ലാസ്സിലെയും 2 ക്ലാസ്സാണ് എനിക്ക് 9Bയും 9Dയും ഉള്ളത്. ആ 2 ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളുടെയും ബുക്ക് ഞാൻ ചെക്ക് ചെയ്യും. ഞാൻ പറയുന്ന ക്ലാസ് നമ്പേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് നോട്ട് അയച്ചു തരണം. ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ അവസാനത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാണ് നിർത്തിപ്പോയത്. കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖെ. കണ്ടോ? കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖെ. കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു ടിപ്പണി തയ്യാറാക്കാൻ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം, അതിനു മുമ്പ് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിരുന്നു. അതിനേതായാലും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ സോറി പറയുന്നു. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ? ഒരു പാഠത്തിൻ്റെ ഒരു കണ്ടന്റ് തരും, ഒരു ഭാഗം തരും. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1 വേർഡ് ക്വസ്റ്റ്യന്, പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്, പിന്നെ ഒരു 4 മാർക്കിൻ്റെ പ്രോക്തിപര പ്രശ്നം, അല്ലെ? ഡിസ്കോഴ്സ് ഏതെങ്കിലും ലെറ്റർ എഴുതാൻ, അല്ലെങ്കിൽ വാർത്താലാപം എഴുതാൻ, അതല്ലെങ്കിൽ വ്യാഖ്യ തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ടിപ്പണി തയ്യാറാക്കാൻ, ഇങ്ങനെ പല രീതിയിലുള്ള 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്ലസ്റ്റർ ക്വസ്റ്റ്യനാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ഒരു പാഠത്തിൽ നിന്ന് വരിക. അങ്ങനെയാണ് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലെയും രീതി എന്ന് പറയുന്നത്. ഓരോ ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ ഒരു ചെറിയ ഭാഗം തരും. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു 6 മാർക്കിൻ്റെ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എഴുതാനായിട്ട്. അതിൽ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 9ാം ക്ലാസ്സിനാണെങ്കിലും 10ാം ക്ലാസ്സിനാണെങ്കിലും നിങ്ങൾ പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇതാ നോക്കൂ, ഇനി ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. कवि एवं कविता का परिचय देते हुए कविता पर ടിപ്പണി കേസേ ലിഖേ അല്ലെങ്കിൽ ലിഖേ എന്നായിരിക്കും തരുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 10ാം ക്ലാസ്സിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ 8ാം ക്ലാസ്സിലെ ഒക്കെ മക്കൾക്ക് വരുന്നതാണ്. 8ാം ക്ലാസ്സിൻ്റെ പിന്നെ അത്രയും ഇങ്ങോട്ട് വന്നിട്ടില്ല. 9ലും 10ലും നിർബന്ധമായും ചോദിക്കുന്ന ചോദ്യമാണ് കവി ഏവം കവിത കാ പരിചയ ദേത്തെ ഹുയെ. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതയെ എങ്ങനെ ടിപ്പണി തയ്യാറാക്കാം. ടിപ്പണി മാനെ നോട്ട്. ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൻ്റെ അകത്തും ഇത് എഴുതുന്നുണ്ടാവാം, മലയാളത്തിൻ്റെ അകത്ത് നിങ്ങൾ ആസ്വാദനക്കുറിപ്പെന്നും പറഞ്ഞ് തയ്യാറാക്കുന്നുണ്ടാവാം, ഇല്ലേ? ആ ഒരു ഇത് തന്നെയാണ് ഹിന്ദിയിലും. ഭാഷ വ്യത്യാസം വരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടത്. നോക്കൂ, അതിനെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നോക്കുക, ടിപ്പണി ലിഖത്തെ സമയം ധ്യാൻ ദേനെ കി ബാത്തെ. ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ, ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ഒന്നാമത് ഭൂമിക. ഭൂമിക മാനെ ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് പാരഗ്രാഫാണ് ഈ ഭൂമിക. അതിങ്ങനെ സെപ്പറേറ്റ് ഹെഡിങ് ഒന്നും കൊടുത്തല്ല നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കവി ഏവം കവിത കാ സാമാന്യ പരിചയം. കവിയെയും കവിതയെയും കുറിച്ചുള്ള സാധാരണ രീതിയിലുള്ള പരിചയപ്പെടുത്തൽ. ഇപ്പം നിങ്ങളോട് പറയുകയാണ്, പുൽ ബനേധി മഴ എന്ന കവിതയുടെ ഒരു 4 വരി അല്ലെ 6 വരി തന്നിട്ട് കവി ഏവം കവിത കാ പരിചയ ദേത്തെ ഹുയേക്ക് ടിപ്പണി ലിഖേ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ എങ്ങനെ എഴുതി തുടങ്ങും?
പ്രസ്തുത് പങ്ക്തിയാം. തന്നിരിക്കുന്ന വരികൾ, അതായത് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന വരികൾ ഏതിൻ്റെയാണ്? ഹിന്ദിക്ക് മഷഹൂർ അല്ലെ പ്രസിദ്ധ സമകാലീന കവി നരേന്ദ്ര പുണ്ടരീക് की बहुचर्चित कविता पुल बनी थी माँ की है. പ്രസ്തുത് പങ്ക്തിയാം തന്നിരിക്കുന്ന വരികൾ സമകാലീന കവി നരേന്ദ്ര പുണ്ടരീക് की बहुचर्चित कविता പുൽ ബനി ധി മാ കി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന കവിത നരേന്ദ്ര പുണ്ടരീകിൻ്റെ വളരെ ചർച്ച ചെയ്യപ്പെട്ട പുൽ ബനി ധി മാ എന്ന കവിതയുടേതാണ്. അപ്പം നിങ്ങൾ അവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞു? കവിയെയും കവിതയെയും പരിചയപ്പെടുത്തി. ഇനി നമുക്ക് അവിടെ വേറൊരു വിഷയവും കൂടി എഴുതാനുണ്ട്. എന്താണ്? ആജ് കൽ കി എക് ബഡി സമസ്യ, ഇന്നത്തെ ഒരു വലിയ വിഷയം. അതാണ് സാമാന്യമായ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്നത്. ആ കവിതയുടെ വിഷയം എന്താണ്? ആജ് കൽ की एक बड़ी समस्या बूढ़े होने जाने पर माँ बाप को तिरस्कृत करने वाले समूह की ओर तीखा व्यंग्य इस कविता में प्रयोग किया है. यह इस कविता में देख सकते हैं. പ്രായമായി കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെയുള്ള ഒരു പരിഹാസം അല്ലെ ഒരു ഹാസ്യമാണ് ഈ കവിതയിൽ, അല്ലെങ്കിൽ അവരെ പരിഹസിച്ചിരിക്കുകയാണ് ഈ കവിതയിലൂടെ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കവി ആരാണെന്നും കവിത ആരാണെന്നും കവിതയുടെ പൊതുവായുള്ള പ്രധാന വിഷയം, കവിത ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്നും എഴുതുക. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ വിശ്ലേഷണം കൊടുക്കുന്നത്. വിശ്ലേഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാരഗ്രാഫാണ്, അതായത് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ പറഞ്ഞതിന് ഇനിയും ഈ കവിതയെ തന്നിരിക്കുന്ന വരികളില്ലേ, ആ വരികളുടെ രണ്ട് തരത്തിലുള്ള ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. ഒന്ന് ഭാവപക്ഷ്, രണ്ട് കലാപക്ഷ്. എന്താണെന്നൊന്നും ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഭാവപക്ഷ് എന്ന് പറഞ്ഞാൽ ഭാവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആശയം എന്നാണ്. തന്നിരിക്കുന്ന വരികളുടെ ഭാവപക്ഷ വിശ്ലേഷണമേ കവിതാ കാ ആശയ होना है. തന്നിരിക്കുന്ന വരികളുടെ മീനിങ് എഴുതുക, അത്രയേ ഉള്ളൂ അതിനകത്ത് അർത്ഥമാക്കുന്നത്. ഇനി കലാപക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. അതാണ് ടീച്ചർ മുമ്പേ പറഞ്ഞ കവിതാമേം പ്രയുക്ത വിശേഷ ശബ്ദ പ്രയോഗ. നമ്മൾ പറഞ്ഞില്ലേ, സശക്ത എന്താണ്, വൃഷഭ് കന്ധ, ഹാത്തോ ഹാത്ത് രഹന, കന്തോം മേ ഉദർന, കന്തോം പർ ആജാന, അങ്ങനെയുള്ള വിശേഷ ശബ്ദപ്രയോഗങ്ങൾ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നതിനെ നോട്ട് ചെയ്യുക. ഇനി മുഹാവര, അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പഴഞ്ചൊല്ലുകൾ. പിന്നെ കവിതാക്കി ഭാഷാശൈലി, കവിതയുടെ ഭാഷാശൈലി ഒരു സരൾ ഭാഷാശൈലിയുമേ എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന സരളമായ പദപ്രയോഗങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്ന ഭാഷയാണ് ഭാഷാശൈലി. ഏക്ക് സരൾ ഭാഷാശൈലിയുമേ ലിഖ്നെ വാലി കവിത ഹേ. പിന്നെ ബിംബ പ്രതീക, ബിംബ എന്ന് പറഞ്ഞാൽ ഇമേജ്. ഏതെങ്കിലും ഒരു വരി വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു ചിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ കവി ഇവിടെ ബിംബപ്രയോഗം നടത്തിയിട്ടുണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ റെയിൽഗാഡി, ചുക് ചുക് ചക് ചക് പോകുന്ന വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇമേജ് വരികയാണ്, നമ്മുടെ മനസ്സിലേക്ക് റെയിൽഗാഡി എന്ന് വരികയാണ്. പിന്നെയാണ് നമ്മളതിനെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്, ബേട്ടോം കി ജിന്ദഗി എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, കവി ഒരു ബിംബപ്രയോഗം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ പ്രതീകങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പുൽ എന്ന് പറയുന്നത് എന്താണ്? മാക്ക പ്രതീക, അമ്മയുടെ സിമ്പലായിട്ടാണ് പുൽ എന്ന പദത്തെ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രതീകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഡിക്ഷണറിയിലുള്ള അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാന്ദർഭികമായി മറ്റൊരർത്ഥത്തെ ഒരു പദം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രതീകം എന്ന് പറയുന്നത്, സിമ്പൽ എന്ന് പറയുന്നത്. എന്താണ്, ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങൾ നോക്കുമ്പോൾ പുൽ എന്ന പദത്തിന് ഡിക്ഷണറിയിലുള്ള മീനിങ് എന്ന് പറയുന്നത് പാലം എന്നായിരിക്കും അല്ലേ. പക്ഷെങ്കിൽ നമ്മുടെ കവിതയിൽ പ്രയോഗിച്ചപ്പോൾ പുൽ എന്നത് നമ്മൾ അമ്മ എന്നാണ് മീൻ ചെയ്തത്. അതുപോലെ ഡിക്ഷണറിയിലുള്ള അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അർത്ഥത്തെ ഒരു ശബ്ദം ഒരു കവിതയിലോ അല്ലെങ്കിൽ കഥയിലോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദം അവിടെ പ്രതീകമാണ് എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള കുറേ പ്രതീകങ്ങൾ നമ്മുടെ ഈ പുൽബനീതിമായിൽ ഉണ്ട്. നമ്മൾ കവിതയുടെ ആശയം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ആദി ബാത്തോംബർ ധ്യാൻ ദേനാ ചാഹിയെ. ഇതൊക്കെയാണ് കലാപക്ഷ വിശ്ലേഷണ അകത്ത് പ്രത്യേകമായി പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ, പ്രത്യേകമായി പ്രയോഗിച്ചിരിക്കുന്ന മുഹാവരകൾ, നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ, നിങ്ങളെ വളരെയധികം സ്വാധീനിച്ച വരികൾ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഇനി
यहाँ कविता के പ്രാസംഗികത के बारे में भी लिखना चाहिए. ഇവിടെ എന്തു എഴുതണം? കവിതയുടെ പ്രാസംഗികത. പ്രാസംഗികത എന്ന് പറഞ്ഞാൽ ഒരു കവിത കാലഘട്ടത്തിന് ആനുകാലിക പ്രസക്തമായതാണോ, കാലഘട്ടത്തിന് യോജിച്ചതാണോ, നമ്മുടെ ഈ കാലത്ത് പറയുന്ന ഒരു സാമൂഹിക വിഷയമാണോ അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഇതിനെയാണ് പ്രാസംഗികത. അപ്പം കവിതാ കെ വിഷയ की दृष्टि से देखने पर पुल बनी दी माँ एक पुल बनी दी माँ कविता बिल्कुल प्रासंगिक है നമുക്ക് പറയാം അല്ലേ. आजकल की एक बड़ी समस्या चर्चा करने के कारण ഇന്നത്തെ വലിയ വിഷയത്തെ ചർച്ച ചെയ്തിരിക്കുന്നത് കൊണ്ട് കവിത പ്രാസംഗികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. ലാസ്റ്റാണ് ഉപസംഹാർ, അതായത് കൺക്ലൂഷൻ, ഉപസംഹാർ. आप इस कविता से कितनी प्रभावित है, ഈ കവിതയോട് നിങ്ങൾക്ക് എത്രത്തോളം പ്രഭാവിത് ഹേ, നിങ്ങളിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ കവിതയ്ക്ക് സാധിച്ചു, നിങ്ങളുടെ മാനസിക നിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹികമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഈ കവിതയിലൂടെ കഴിഞ്ഞിട്ടുണ്ടോ. കവിതാക്കോ സാമാജിക് ദൃഷ്ടികോൺ ബദൽനേക്ക് ക്ഷമത ഹേ, ഈ കവിതയ്ക്ക് സാമൂഹിക കാഴ്ചപ്പാടുകൾ മാറ്റാനുള്ള കഴിവുണ്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉപസംഹാർ, കൺക്ലൂഷൻ്റെ അകത്ത് എഴുതേണ്ടത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കവി ഏവം കവിതാ കാ പരിചയ ദേത്തെ ഹുയെ കവിത പർ ടിപ്പണി ലിഖിയെന്നും പറഞ്ഞിട്ടുള്ള ഇതിലുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് പുൽ ബനി ധി മാ കവിതയുടെ ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കി നോട്ട് ബുക്കിൽ എഴുതുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആ കവിതയുടെ ആശയം എഴുതുക, അതിനകത്തെ വിശേഷ പദപ്രയോഗങ്ങൾ അതൊക്കെയാണെന്ന്. ഒരിക്കലും നിങ്ങൾ ഈ സൈഡ് ഹെഡിങ്ങുകൾ കൊടുക്കരുത്. ഹെഡിങ് കൊടുത്തല്ലല്ലോ നമ്മളൊരു പാരഗ്രാഫ് എഴുതുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഹെഡിങ്ങുകൾ പറഞ്ഞതാണ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഹെഡിങ്ങുകൾ പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന്. അതിന് ശേഷം ആസ്വാദന ടിപ്പണി തയ്യാറാക്കുക. ഈ ആസ്വാദന ടിപ്പണിയും കൂടി എഴുതി കഴിയുമ്പോഴാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ നോട്ട് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ പുൽ ബനി ധി മാ എന്ന കവിതയുടെ എല്ലാ വർക്കുകളിലൂടെയും നമ്മൾ കടന്നുപോയി. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഏത് സമയത്തും സഹായം ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നടത്തുമ്പോൾ എത്രത്തോളം നിങ്ങളിലേക്ക് അത് എത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ മുമ്പിൽ ഒരു ക്യാമറ മാത്രമാണുള്ളത്, നിങ്ങളുടെ മുഖങ്ങളില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങളുടെ നോട്ട്ബുക്കുകളും ഒക്കെ നോക്കുമ്പോൾ മാത്രമേ എനിക്കത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങളെല്ലാവരും നന്നായി പാഠം വായിക്കുക. പാഠം വായിക്കാതെ ഒരു കാര്യവുമില്ല. വൺ വേർഡ് ക്വസ്റ്റ്യൻ പാഠത്തിൽ നിന്നാണ് തരിക. പാഠം നന്നായി വായിക്കുക, തന്നിരിക്കുന്ന നോട്ട് ക്ലിയറായി പഠിക്കുക, അതോടൊപ്പം ആസ്വാദന ടിപ്പണി എഴുതുക. ഇത്രയും നേരം